നമ്മുടെ വീടുകളിലേക്ക് സംസ്ഥാന സർക്കാരിൻ്റെ സഹായമായിട്ട് 4000 രൂപ വരെ എത്തുന്ന വിവിധ പദ്ധതികൾ ഇപ്പോൾ അപേക്ഷകൾ വിളിച്ചിട്ടുണ്ട്. അതായത് നിലവിൽ കുട്ടികൾ മുതൽ, അതായത് വിദ്യാർത്ഥികൾ മുതൽ മുതിർന്നവർക്ക് വരെ വിവിധ ആനുകൂല്യങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെ ലഭിക്കുക. 1 കോടിയോളം ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടിലേക്ക് ധനസഹായം നൽകുന്ന രീതിയിൽ വിവിധ ക്ഷേമ പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളത്. അത് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുന്നു. അറിയിപ്പ് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ താല്പര്യമുള്ളവർ അപേക്ഷ വയ്ക്കുക, ആനുകൂല്യങ്ങൾ വാങ്ങുക. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളുടെ വീടുകളിൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുണ്ടെങ്കിൽ വാർദ്ധക്യകാല പെൻഷൻ പദ്ധതികളിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. 2000 രൂപ വീതമാണ് പ്രതിമാസ പെൻഷൻ സഹായമായിട്ട് ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക്, ഇനി കിടപ്പ് രോഗികളാണെങ്കിൽ അവരുടെ കൈകളിലേക്ക് ധനസഹായം എത്തിക്കുന്നത്. എല്ലാ മാസങ്ങളുടെയും അവസാന ആഴ്ചകളിൽ കൃത്യമായിട്ട് ഈ തുക വിതരണം നടക്കുകയും ചെയ്യാറുണ്ട്. അതുമാത്രമല്ല, വരുന്ന ഒരു വർഷക്കാലത്തേക്കുള്ള ധനസഹായം 13,400 കോടിയോളം രൂപയാണ് സംസ്ഥാന സർക്കാർ ഈ ബഡ്ജറ്റിൽ വകയിരുത്തുകയും ചെയ്തിട്ടുള്ളത്. അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി 60 വയസ്സ് കഴിയുമ്പോൾ മറ്റ് ക്ഷേമ പദ്ധതിയുടെ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്തവർക്ക് സാമൂഹിക സുരക്ഷാ പെൻഷൻ്റെ വാർഷികകാല പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷകൾ സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ വിധവകളായിട്ടുള്ളവർ, ഭിന്നശേഷിക്കാർ, കർഷക തൊഴിലാളികൾ എല്ലാവർക്കും ഇതേ രീതിയിൽ തന്നെ 2000 രൂപ വീതം പ്രതിമാസം ലഭിക്കുന്ന സാമൂഹിക സുരക്ഷാ പദ്ധതികൾ നമ്മളുടെ സംസ്ഥാനത്ത് നിലവിലുണ്ട്. റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴേക്കുള്ള അർഹതയുള്ള എല്ലാവർക്കും തന്നെ ഇത്തരത്തിൽ ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ യുവാക്കൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. പ്രതിമാസം 1000 രൂപ വീതം 12 മാസത്തേക്കാണ് സ്കോളർഷിപ്പ് തുക അനുവദിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അപേക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം അപേക്ഷകൾ വയ്ക്കുന്ന അർഹതയുള്ള 5 ലക്ഷം പേർക്കായിരിക്കും ഈ ഒരു വർഷം ഈ സ്കോളർഷിപ്പ് തുക വിതരണം ചെയ്യുക. നിലവിൽ 1000 രൂപ വീതം പ്രതിമാസം ലഭിക്കുന്ന പദ്ധതിയാണിത്. 18നും 30 വയസ്സിനും ഇടയിലുള്ളവരായിരിക്കണം അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. ഏതെങ്കിലും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരോ അല്ലെങ്കിൽ വിവിധ കോഴ്സുകൾ പാസ്സായ ശേഷം നൈപുണ്യ കോഴ്സുകൾ, അതായത് സ്കിൽ കോഴ്സുകൾ തിരഞ്ഞെടുത്തിരിക്കുന്നവരോ ആയിരിക്കണം അപേക്ഷകൾ വയ്ക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള രേഖകൾ ഹാജരാക്കേണ്ടി വരും. അതുകൂടാതെ തന്നെ കുടുംബ വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ താഴെയായിരുന്നാൽ മതി. വരുമാന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനുവേണ്ടി സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതി സ്ത്രീ സുരക്ഷാ പദ്ധതിയാണ്. വീട്ടമ്മമാർക്കും പെൻഷൻ നൽകുമെന്ന സർക്കാരിൻ്റെ ഒരു ഉറപ്പാണ് പാലിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീട്ടമ്മ പെൻഷൻ പദ്ധതി അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ പ്രതിമാസം 1000 രൂപ വീതം ഈ ധനസഹായം, അതായത് പെൻഷൻ സഹായം പോലെ അക്കൗണ്ടിലേക്ക് എത്തുന്ന പദ്ധതിയാണ്. അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇവിടെ BPL ABO റേഷൻ കാർഡ് ആയിരിക്കണം. പ്രായപരിധി 35നും 60 വയസ്സിനും ഇടയിലായിരിക്കണം. മുൻഗണനാ റേഷൻ കാർഡ് ഉള്ളവർക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. മറ്റ് സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതി ആനുകൂല്യങ്ങളോ സർക്കാരിൻ്റെ സ്ഥിര, താൽക്കാലിക അല്ലെങ്കിൽ കരാർ ജോലികളോ ഉണ്ടാവാൻ പാടില്ല എന്നൊരു വ്യവസ്ഥ കൂടിയുണ്ട്. ഇതെല്ലാം പാലിക്കുന്നവർക്ക് ഓൺലൈൻ വഴി അപേക്ഷകൾ നൽകാം. അപേക്ഷ എല്ലാ രേഖകളും കൃത്യമായിരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ വരുത്തിയാൽ അതോടൊപ്പം തന്നെ ഡോക്യുമെൻറ്റിലെ പേരിലെ പൊരുത്തക്കേടുകൾ അതെല്ലാം തന്നെ നമ്മളുടെ അപേക്ഷയെ കാര്യമായിട്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെ രേഖകൾ കൃത്യമായിട്ടുള്ള എല്ലാവർക്കും അപേക്ഷകൾ സമർപ്പിക്കാം, ആനുകൂല്യങ്ങൾ വാങ്ങാം. ഈ രീതിയിൽ പരമാവധി 4000 രൂപ വരെയൊക്കെയാണ് ഒരു വീട്ടിൽ തന്നെ അർഹതയുള്ളവർക്ക് ലഭിക്കുക. അപ്പോൾ ഈ സ്കീമുകളെ പറ്റി ശ്രദ്ധിക്കുക. എല്ലാവരിലേക്കും ഈ അറിയിപ്പ് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വിവിധ ഇൻഫർമേഷന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.